നമസ്കാരം. എക്സലൻ്റ് അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിവിധ പൊസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ടാക്ടിക്സിലൂടെ ബാക്ക് റാങ്കിലൂടെ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുകയോ അല്ലെങ്കിൽ വ്യക്തമായ മെറ്റീരിയൽ അഡ്വാൻറ്റേജ് ഉണ്ടാക്കിയെടുത്ത് വിന്നിംഗ് പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു പൊസിഷൻ ഉപയോഗിച്ചുകൊണ്ട് ബാക്ക് റാങ്ക് മേറ്റ് എന്ന ആശയം എന്താണെന്ന് നോക്കാം. വൈറ്റിൻ്റെ കിങ് ക്യാസ്ലിംഗ് ചെയ്തതിന് ശേഷം പോണുകളെ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി സ്വതന്ത്രമായി നീക്കം നടത്തുവാനുള്ള സ്ക്വയറുകൾ ഉണ്ടാക്കിക്കഴിഞ്ഞു. എന്നാൽ ബ്ലാക്ക് കിങ് സൈഡിൽ പോണുകൾ മുൻപിലോട്ട് നീക്കം നടത്താതെ വൈറ്റിനെ ആക്രമിക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സാക്രിഫൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് 8th റാങ്കിൽ റൂക്ക് ഉപയോഗിച്ചോ ക്യൂൻ ഉപയോഗിച്ചോ ഒരു ചെക്ക് നൽകിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ അഡ്വാൻറ്റേജോ ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കാറുണ്ട്. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ആക്രമിച്ചിരിക്കുന്നു. ക്യൂൻ ടേക്സ് B3. ക്യൂൻ ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്തില്ല എങ്കിൽ ബ്ലാക്കിൻ്റെ ഒരു റൂക്ക് നഷ്ടപ്പെടുന്നു. ക്യൂൻ ടേക്സ് B3. വൈറ്റ് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസ് ചെയ്ത് കഴിഞ്ഞു. റൂക്ക് C8 ചെക്ക്. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ നിർബന്ധിതമാകുന്നു. റൂക്ക് ടേക്സ് C8. റൂക്ക് ടേക്സ് C8 പ്ലസ് ചെക്ക് മേറ്റ്. ഇപ്പോൾ വൈറ്റിന് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കാൻ കാരണം ബ്ലാക്കിൻ്റെ പോണുകൾ മുൻപിലോട്ട് നീക്കം നടത്തിക്കൊണ്ട് കിങ്ങിന് എസ്കേപ്പ് സ്ക്വയർ ഉണ്ടാക്കിയെടുത്തില്ല എന്നുള്ളത് കൊണ്ടാണ്. മിഡിൽ ഗെയിം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ കിങ്ങിനുള്ള ഒരു കീ സ്ക്വയർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ബാക്ക് റാങ്ക് മേറ്റിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് റാങ്കിലൂടെയുള്ള ആക്രമണങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഏതാനും ചില പൊസിഷനുകൾ കൂടി മനസ്സിലാക്കാം. ഈ ഒരു വീഡിയോ കുറച്ചു ലെങ്ത് കൂടും എന്നതുകൊണ്ട് പാർട്ട് 2 എന്ന ഒരു വീഡിയോ കൂടി പ്രതീക്ഷിക്കാം. ഈ ഒരു പൊസിഷന് തൊട്ട് മുമ്പുള്ള ബ്ലാക്കിൻ്റെ മൂവ് എന്ന് പറയുന്നത് BC8 എന്ന് നീക്കം നടത്തിക്കൊണ്ട് F5-ലിരിക്കുന്ന നൈറ്റിനെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു പീസ് ഇരിക്കുന്ന പൊസിഷനിൽ നിന്നും മറ്റൊരു നീക്കം നടത്തുമ്പോൾ ചെസ് ബോർഡിലുള്ള പൊസിഷന് വലിയ വ്യത്യാസം വരും. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ഇപ്പോൾ ബ്ലാക്കും വൈറ്റും കിങ്ങിന് സുരക്ഷിതമായി നീക്കം നടത്തുവാനുള്ള H2 H7 എന്നീ സ്ക്വയറുകളുള്ള പോണുകളെ മുൻപിലോട്ട് നീക്കം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വളരെ ശാസ്ത്രീയമായ ഒരു സാക്രിഫൈസ് നമുക്കൊന്ന് നോക്കാം. ക്യൂൻ ടേക്സ് F8 ചെക്ക്. ബ്ലാക്ക് കിങ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് ടേക്സ് F8. വൈറ്റിന് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലൂടെ വളരെ ശക്തമായ ഒരു ആക്രമണം നടത്തുവാൻ സാധിക്കുന്നു. റൂക്ക് D8 ചെക്ക്. ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. ക്യൂൻ ടേക്സ് D8.
റൂക്ക് ടേക്സ് d8 ചെക്ക്മേറ്റ്. വൈറ്റിന് നിഷ്പ്രയാസം ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ക്യൂവിന് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ കിങ് ഉപയോഗിച്ച് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം KH7 എന്ന നീക്കം നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. കിങ് H7, ക്യൂൻ ടേക്സ് G7 ചെക്ക്മേറ്റ്. ഈ ഒരു പൊസിഷനിൽ ബാക്ക് റാങ്കിലൂടെ ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അടുത്ത നീക്കം ബ്ലാക്കിനായിരുന്നുവെങ്കിൽ ക്യൂൻ ടേക്സ് G2 എന്നൊരു നീക്കം നടത്തിക്കൊണ്ടൊരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ബ്ലാക്കിന് സാധിക്കുമായിരുന്നു. എന്നാൽ വൈറ്റ് മൈനർ പീസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെക്ക്മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നു. നൈറ്റ് E7 ചെക്ക്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ കിങ്ങിന് KF7 എന്ന നീക്കം നടത്തുവാൻ സാധിക്കുന്നില്ല. കാരണം E5-ൽ ഇരിക്കുന്ന നൈറ്റ് F7 എന്ന സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു. കിങ് H8, നൈറ്റ് F7 ചെക്ക്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുവാൻ നിർബന്ധിതമാകുന്നു. റൂക്ക് ടേക്സ് F7, ക്യൂൻ D8 ചെക്ക്. ഇപ്പോൾ ബ്ലാക്ക് ഒരു ചെക്ക്മേറ്റ് ഒഴിവാക്കുന്നതിന് ചെയ്യാവുന്ന പരമാവധി മൂവ് എന്ന് പറയുന്നത് റൂക്ക് F8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ചെക്ക് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൂക്ക് F8, ക്യൂൻ ടേക്സ് F8 ചെക്ക്മേറ്റ്. ക്യൂൻ ഉപയോഗിച്ചുകൊണ്ട് വളരെ രസകരമായ ഒരു ബാക്ക് റാങ്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിച്ചിരിക്കുന്നു. നമുക്കിനി മറ്റൊരു ഗെയിം നോക്കാം. ഇപ്പോൾ ബ്ലാക്കിനും വൈറ്റിനും ഈ ഒരു പൊസിഷനിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ നേരിട്ട് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതുപോലുള്ള ഒരു പൊസിഷനിൽ എത്രമാത്രം മനോഹരമായ ബുദ്ധിപരമായ ഒരു വിനോദമാണ് ചെസ് എന്നുള്ളത് നമുക്ക് ഈ പൊസിഷൻ വെച്ച് ഒന്ന് നോക്കാം. ഇപ്പോൾ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും പൊസിഷൻ നോക്കുകയാണെങ്കിൽ വളരെ മോശം പോൺ സ്ട്രക്ചറാണ് വൈറ്റിനുള്ളത്. അതുപോലെ ബ്ലാക്കിൻ്റെ റൂക്കുകൾ കണക്റ്റഡ് റൂക്കായി സെക്കൻഡ് റാങ്ക് കൺട്രോൾ ചെയ്യുന്നു. ക്യൂൻ C2-ലിരിക്കുന്ന പോണിനെ ആക്രമിച്ചുകൊണ്ട് G6 എന്ന വളരെ നല്ല ഒരു സ്ക്വയറിലിരിക്കുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് കിടക്കാം. നൈറ്റ് E7 ചെക്ക്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ E8-ൽ ഇരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചും E2-ലിരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചും നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. റൂക്ക് 8 ടേക്സ് E7, റൂക്ക് D8 ചെക്ക്. ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. റൂക്ക് E8. ഇപ്പോൾ വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് റൂക്കിനെ ക്യാപ്ചർ ചെയ്താൽ E2-ലിരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെയും ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ഈ ഒരു പൊസിഷനിൽ ബ്ലാക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മൂവായിരുന്നു വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അടുത്ത നീക്കം എന്തായിരുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. ക്യൂൻ F8 ചെക്ക്. ബ്ലാക്കിൻ്റെ കിങ് ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. അതുകൊണ്ട് റൂക്ക് ടേക്സ് F8. വൈറ്റ് ഒരു നൈറ്റും ക്യൂനും സാക്രിഫൈസ് ചെയ്തുകൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. റൂക്ക് ടേക്സ് F8 ചെക്ക് മേറ്റ്.
ഇനി നമുക്ക് 8th റാങ്കിൽ ഇരിക്കുന്ന റൂക്ക് ഉപയോഗിച്ച് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം 2nd റാങ്കിൽ ഇരിക്കുന്ന റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. R2 takes E7, Queen takes E7, ക്യൂൻ ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് ക്യൂവിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കില്ല. കാരണം റൂക്ക് D8 എന്ന നീക്കം നടത്തിക്കൊണ്ട് ഒരു ചെക്ക് മേറ്റ് ഉണ്ടാക്കിയെടുക്കുവാൻ വൈറ്റിന് സാധിക്കും. അതുകൊണ്ട് പോൺ F6, റൂക്ക് D8, റൂക്ക് ടേക്സ് D8. മറ്റു മാർഗങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ ടേക്സ് D8 ചെക്ക്, കിങ് F7, ക്യൂൻ E7 ചെക്ക്, കിങ് G8, ക്യൂൻ F8 ചെക്ക് മേറ്റ്. ഇനി നമുക്ക് ഈ ഒരു പൊസിഷനിൽ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നതിന് പകരം ബിഷപ്പ് ഉപയോഗിച്ച് റൂക്കിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ക്യൂ B5, ക്യൂൻ F8 ചെക്ക്, റൂക്ക് ടേക്സ് F8, റൂക്ക് ടേക്സ് F8 ചെക്ക് മേറ്റ്. ഈ ഒരു പൊസിഷനിൽ ഒരു ബാക്ക് റാങ്ക് അറ്റാക്കിലൂടെ ഒരു ഗെയിം വിജയിക്കുന്നതിനാവശ്യമായ പൊസിഷനും മെറ്റീരിയൽ അഡ്വാൻറ്റേജും ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വൈറ്റിൻ്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ പീസുകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്ലാക്കിൻ്റെ പീസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ചെറിയ അലംഭാവം കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ വൈറ്റിന് വളരെ നല്ല ഒരു ആക്രമണം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. നമുക്ക് നേരിട്ട് ഗെയിമിലേക്ക് പോകാം. ക്യൂൻ ടേക്സ് F8, ക്യൂൻ ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുന്നു. ക്യൂൻ ടേക്സ് F8, വൈറ്റിൻ്റെ ക്യൂനിനെ ബ്ലാക്കിൻ്റെ ക്യൂൻ ഉപയോഗിച്ച് ക്യാപ്ചർ ചെയ്യുന്നു. അതായത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിന് തയ്യാറായി എന്നുള്ളതാണ് നമ്മൾ ഈ പൊസിഷനിൽ മനസ്സിലാക്കേണ്ടത്. ബിഷപ്പ് C5, ബിഷപ്പ് E6, ബിഷപ്പ് ഉപയോഗിച്ച് E6 എന്ന ഫയൽ ബ്ലോക്ക് ചെയ്യുകയും റൂക്കിനെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നു. ബിഷപ്പ് ടേക്സ് F8, ബിഷപ്പ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് ടേക്സ് F8. ഇപ്പോൾ വൈറ്റിന് ബിഷപ്പിനെതിരെ റൂക്ക് എക്സ്ചേഞ്ച് അപ്പാണ്. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ ഇനി വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. ഇനി നമുക്ക് ബിഷപ്പ് C5 എന്ന നീക്കം നടത്തുമ്പോൾ ബിഷപ്പ് E6 എന്ന നീക്കത്തിന് പകരം ബ്ലാക്ക് ക്യൂൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ക്യൂൻ ടേക്സ് C5, റൂക്ക് D8 ചെക്ക്. ഈ ഒരു പൊസിഷനിൽ ഒരു ചെക്ക് മേറ്റ് ഒഴിവാക്കുന്നതിന് ക്യൂൻ F8 എന്ന നീക്കം നടത്തുവാൻ ബ്ലാക്ക് നിർബന്ധിതമാകുന്നു. ക്യൂൻ F8, റൂക്ക് E8. വൈറ്റിൻ്റെ രണ്ട് റൂക്കുകളും ഉപയോഗിച്ച് ക്യൂനിനെ ആക്രമിക്കുന്നു. പോൺ G6, പോൺ G6 എന്ന ഒരു നീക്കം നടത്തിക്കൊണ്ട് ബ്ലാക്ക് ഒരു ചെക്ക് മേറ്റിൽ നിന്നും സുരക്ഷിതമാകുന്നു. റൂക്ക് ടേക്സ് F8 ചെക്ക്, റൂക്ക് ഉപയോഗിച്ച് ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നു. കിങ് G7, റൂക്ക് ടേക്സ് C8, റൂക്ക് ഉപയോഗിച്ച് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുന്നു. റൂക്ക് ടേക്സ് C8, റൂക്ക് ടേക്സ് C8. ബ്ലാക്ക് റൂക്ക് ഉപയോഗിച്ചുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ വൈറ്റിൻ്റെ റൂക്ക് ഉപയോഗിച്ച് റൂക്കിനെ ക്യാപ്ചർ ചെയ്യുവാൻ സാധിക്കുന്നു. റൂക്ക് ടേക്സ് C8,
ഈ ഒരു പൊസിഷനിൽ ഇനി നിഷ്പ്രയാസം വൈറ്റിന് വിജയിക്കുവാൻ സാധിക്കും. വിവിധ പൊസിഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്ത ടാക്ടിക്സിലൂടെ ബാക്ക് റാങ്ക് അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പുതിയ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.